ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടയാണ്. നല്ല മുരിഞ്ഞ വട എങ്ങനെ വീടുകളിൽ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി വടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് ഉഴുന്നെടുക്കാം. ഉഴുന്ന് 1.25 കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് ഉഴുന്നെടുക്കുന്നത്. ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉഴുന്നിന്റെ മേലേക്ക് വെള്ളം നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു വെക്കാം. നല്ല വെള്ളം ഒഴിച്ചു വെക്കണതാണ് നല്ലത്. അപ്പൊ നല്ല വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം 2 മണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം വീർത്തതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് വാറി കഴിഞ്ഞതിന് ശേഷം ഈ ഉഴുന്ന് നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയിലെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഈ ഉഴുന്നൊക്കെ ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവടയായിട്ട് കിട്ടില്ല, ഉഴുന്നുവട നാശമായി പോവും. അപ്പോൾ വെള്ളം മാക്സിമം കുറയ്ക്കണം. അതായത് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇങ്ങനെയാണ് ഉഴുന്ന് അരച്ച് കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് അളവിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1.5-2 മണിക്കൂർ സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം, സ്വല്പം വീർത്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ സ്വല്പം വീർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഒരു 5-6 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് 1 എണ്ണം കുനുകുനാന്ന് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി ചെറിയ അളവിൽ ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് വേപ്പിലയാണ്, അത് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്വല്പം കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവില് കായം പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളെല്ലാ ചേരുവയും നന്നായി എല്ലായിടത്തും പിടിക്കണം രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ബൗളില് വെള്ളം എടുക്കുക. ആ വെള്ളം 2 കൈയിലും നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് സ്വല്പം എടുത്തിട്ട് നമ്മൾ 2 കൈയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. അതായത് നമുക്കൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ വെള്ളത്തിൽ ഒരു വിരല് മുക്കിയതിന് ശേഷം നടുക്കിലൊന്ന് കുത്തിയാൽ മതി. അപ്പൊ അതിൽ ഓട്ട വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കാം. അതായത് കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, സ്വല്പം മെല്ലെ ഇങ്ങനെ ചായച്ച് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വട ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പായിട്ട് കിട്ടില്ല. ആകെ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം, അതായത് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ. അതിനും കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടയുടെ രൂപത്തിൽ കിട്ടില്ല. വട രൂപത്തിൽ ആ ഹോളൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അതിന്റെ ആ കൃത്യ അളവിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വട. അപ്പൊ നല്ല രുചികരമായിട്ടാണ് ഇത് നമ്മൾ വീടുകളിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ചായക്കൊപ്പം അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പൊ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.